ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡെൻഡ്രോബിയം ചെടികളുമായിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു വർഷം മുന്നേ വരെയൊക്കെ ഏറ്റവും നല്ല ഡിമാൻഡായിട്ട് പോയിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഡെൻഡ്രോബിയം ഓർക്കിഡ്സ്. എന്നാൽ ഇപ്പോൾ അത് പലരുടെ കയ്യിലും ഒരുപാടുണ്ടാവുകയും നമ്മുടെ നാട്ടിൽ അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ കിട്ടുകയും ഒക്കെ തുടങ്ങി. ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള പൂക്കളാണ് കേട്ടോ ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതും പല പല കളറുകളിൽ ഒരുപാട് ദിവസം നിൽക്കുകയും ചെയ്യും ഈ പൂക്കൾ. അതും കുലകുലയായിട്ടാണ് കേട്ടോ. ഒരു സ്പൈക്ക് വന്നിട്ട് അതിൽ ഒരറ്റം മുതൽ ഏകദേശം ഒരു പകുതി ഭാഗമൊക്കെ വരെ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. ആ പൂക്കൾ 1-2 ദിവസം കൊണ്ട് കൊഴിഞ്ഞു പോവാതെ ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ പൂക്കളുണ്ടായി നിൽക്കുകയും ചെയ്യും. ചെടികളും പൂക്കളും ഇഷ്ടമുള്ള ഒരുപാട് പേര് നമ്മുടെ നാടുകളിലുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയ രീതിയിൽ വരുമാനം ആഗ്രഹിക്കുന്നവരും ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറേ പേരൊക്കെ ഇതിനകത്ത് ഓർക്കിഡുകൾ എടുത്തിട്ട് പൂക്കളുണ്ടാക്കി കട്ട് ഫ്ലവറായിട്ട് സെയിൽ ചെയ്യുകയും അതല്ലാതെ അതിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ട് തൈകൾ സെയിൽ ചെയ്യുകയും പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികൾ സെയിൽ ചെയ്തിട്ടൊക്കെ വരുമാന മാർഗം കണ്ടെത്തി. നമ്മുടെ ഓർക്കിഡ് പൂക്കൾക്ക് എന്നും വിപണിയിൽ നല്ല ഡിമാൻഡാണ് കേട്ടോ. 1968-ലും 1998-ലും ഓസ്ട്രേലിയൻ സ്റ്റാമ്പുകളിലൊക്കെ നമ്മുടെ ഓർക്കിഡ് പൂക്കൾ ആലേഖനം ചെയ്യപ്പെട്ടു തുടങ്ങി. കൂടാതെ 1967-നും 1976-നും ഇടയിൽ പുറത്തിറങ്ങിയിട്ടുള്ള സിംഗപ്പൂർ ഓർക്കിഡ് സീരീസ് കറൻസി നോട്ടുകളുടെയൊക്കെ മുൻവശത്ത് നിരവധി ഡെൻഡ്രോബിയം പൂക്കളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നു. എന്താണ് നമ്മുടെ ഓർക്കിഡ് പൂക്കൾക്ക് ഇത്രയധികം ആരാധകർ എന്നല്ലേ? അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഒരുപാട് ചെടികളും പൂക്കളൊക്കെ ഇഷ്ടമാണ്. എന്നാൽ സാധാരണപ്പെട്ട ഒട്ടുമിക്ക എല്ലാ ചെടികളും നമ്മൾ ചെയ്തു വരണമെങ്കിൽ അതിനകത്ത് മണ്ണും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതാകുമ്പോൾ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് കടയിൽ നിന്ന് ചാർക്കോൾ മേടിച്ചിട്ട് വെക്കാം, അതല്ലെങ്കിൽ ചകിരിത്തൊണ്ട് വാങ്ങിച്ചിട്ട് വെക്കാം, അങ്ങനെയൊക്കെ വെക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൈകളിൽ മണ്ണോ ചെളിയോ ഒന്നും ആകുന്നില്ല. അതുപോലെ സാധാരണ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ ചാണകപ്പൊടിയോ ആട്ടിൻകാട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഇതിന് മാത്രമായിട്ടുള്ള ഒരുപാട് പൂക്കൾ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ അത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ചെടികളെല്ലാം നല്ലതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒട്ടുമിക്ക എല്ലാവരെയും ഈ ഓർക്കിഡിലേക്ക് ആകർഷിക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് പൂക്കളുടെ ഭംഗി നമുക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്യും കേട്ടോ അതിനകത്ത് പൂവുണ്ടായിട്ടുണ്ടെങ്കിൽ. ഏത് വെയിലിനെയും മഴയെയും ഒക്കെ അതിജീവിച്ച് ഈ ഓർക്കിഡ് ഉണ്ടായി വരും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് പലരും വെച്ച് പിടിപ്പിക്കാൻ സ്ഥല സൗകര്യം കുറഞ്ഞവർ മരത്തിൻ്റെ മേലൊക്കെ ഈ ഓർക്കിഡിനെ കെട്ടിവെച്ചിട്ട് പിടിപ്പിച്ചെടുക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ അത്. വെള്ളം കൊടുക്കും തോറും ഇതിൻ്റെ തണ്ട് വീർത്ത് വരികയും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരികയൊക്കെ ചെയ്യും. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം നമ്മുടെ വീടുകളിലുള്ള വളങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിനായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒരുപാട് വിപണിയിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ പൂക്കളോട് കൂടിയിട്ടുള്ള ഡെൻഡ്രോബിയം ചെടികൾ ഇപ്പോൾ സെയിലിനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ വെറൈറ്റിക്കും ഓരോരോ റേറ്റായിട്ട് നമ്മൾ പറയുന്നില്ല. ഇതിനകത്തെ എല്ലാ പ്ലാന്റ്സിനും ഒരു ഫുൾ പോട്ടിന് വരുന്നത് 300 രൂപയാണ് കേട്ടോ. 300 രൂപ പ്ലസ് കൊറിയർ ചാർജാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്തോളൂ. വരും ദിവസങ്ങളിൽ നമ്മൾ ഇനിയും ഒരുപാട് ചെടികൾ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ.